Don't depend on your kids after 60. നമ്മൾ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് നമ്മുടെ മക്കളെ ആശ്രയിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലാണ്. മക്കൾക്ക് പഠിപ്പുണ്ടാവാം, ചിലപ്പോൾ നല്ല ജോലി കാണും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെ ആശ്രയിച്ച് നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫ് ജീവിക്കാം എന്നുള്ളത് ഒരു ആഗ്രഹമാണെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് ശരിയാകും. നമ്മൾ ചിലപ്പോൾ സ്ട്രെസ് ആവും, അല്ലേ? പെൻഷൻ ഇല്ല, മറ്റ് ഇൻകം ഇല്ല, അതുപോലെ തന്നെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമ്മളെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രെസ് ആവാറുണ്ട് ചിലർ. മേരി ചേച്ചിയുടെ കാര്യം നോക്കാം. മേരി ചേച്ചി വയസ്സ് 70ആയി, മക്കളെല്ലാം വിദേശത്താണ്. അവർക്ക് മാസം ഒരു 15,000 രൂപ ചെലവേ വരുന്നുള്ളൂ. ഒറ്റയ്ക്കാണ് വീട്ടിൽ. മക്കൾ അത് കൊടുക്കുന്നുണ്ട്. മാസം 15,000 രൂപ മക്കൾ കൊടുക്കുന്നുണ്ട്. വേറെ മണിയൊന്നുമില്ല. അവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ജീവിത ചെലവ് കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അവരാഗ്രഹിച്ച ഒരിടത്ത് പോകാൻ ഏതെങ്കിലും ഒരു സാധനം വേണം, അതിനൊന്നും അവരുടെ കയ്യിൽ പൈസയില്ല. പിന്നെ മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ മക്കൾ വരച്ച വരയിൽ നിൽക്കേണ്ടി വരുന്നു. എങ്ങോട്ടും പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ഒന്നും അധികമായിട്ട് ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവരുടെ ജീവിതം വളരെ ദുരിതമാണെന്ന് തന്നെ പറയാം. കാര്യം, മക്കൾ ഭക്ഷണത്തിനുള്ള വക അല്ലെങ്കിൽ ജീവിത ചെലവിനുള്ള 15,000 രൂപ കൊടുക്കുന്നുണ്ടാകും. പക്ഷെ അവര് പറയുന്നിടത്ത് തന്നെ നിൽക്കണം. അവർ പറയുന്നതെല്ലാം അനുസരിക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, ഒരിടത്ത് പോവാൻ, ആരെങ്കിലും ഒന്ന് കാണാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ അതിനൊന്നും സ്വാതന്ത്ര്യം. എന്നാൽ റീന ചേച്ചിയുടെ കാര്യം നോക്കൂ. അവർ നേരത്തെ തന്നെ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മാസം 25,000 രൂപ അവർക്ക് ആന്വിറ്റി കിട്ടുന്നുണ്ട്. അവർക്ക് ആരെയും ആശ്രയിക്കേണ്ട. മക്കളെല്ലാം വിദേശത്താണ്, അവരൊറ്റയ്ക്കാണ് ജീവിതം. മക്കൾ ആവശ്യത്തിനുള്ള പൈസ അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവരൊന്നും വാങ്ങാറില്ല. കാരണം അവർക്ക് അതിനുള്ള ഇൻകം കിട്ടുന്നുണ്ട്. ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് അവർക്ക് എല്ലാ മാസവും ഇൻകം കിട്ടുന്നുണ്ട്. അവരതുകൊണ്ട് അവരുടെ ജീവിതം കഴിക്കുന്നു. പോകേണ്ടിടത്തെല്ലാം പോകുന്നു, വാങ്ങേണ്ടതെല്ലാം വാങ്ങുന്നു. അവരുടെ ജീവിതം അവർ നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കും. പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഗുണം എന്ന് പറയുന്നത്, പല ആളുകളും ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താത്തത് കൊണ്ടാണ് പിന്നീട് മറ്റുള്ളവരെ ആശ്രയിച്ചോ അല്ലെങ്കിൽ യാതൊരുവിധ ഇൻകം ഇല്ലാതെ ടെൻഷൻ പിടിച്ച് ജീവിക്കേണ്ടി വരുന്നത്. ഇൻഷുറൻസ്, ആന്വിറ്റി, PPF, NPS, ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഫ്രീഡം ഉള്ളതായിരിക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റെസ്പെക്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രൗഡാണ്. മേക്ക് എ ന്യൂ ഫിനാൻഷ്യൽ റൂൾ. Our children are not our retirement plan. സെൽഫ് റിട്ടയർമെന്റ് പ്ലാനിൽ വിശ്വസിക്കുന്നു എങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇൻഡിപെൻഡന്റ് എന്ന്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ പ്രാക്ടിക്കൽ റിട്ടയർമെന്റ് ടിപ്സിന് ഞങ്ങളെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് ടേക്ക് കെയർ.